അപ്പം നമ്മുടെ അരക്ഷിതാവസ്ഥ മാറ്റുന്നതിന് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ദേവതയാണ് നരസിംഹമൂർത്തി. വളരെ ആരാധനാപൂർവം ധാരാളം ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു അവതാര സങ്കല്പമാണ്. ശത്രുതാഭാവത്തെ ഇല്ലാതാക്കുന്ന ആ ഒരു സങ്കല്പമാണ് അവിടെ നരസിംഹമൂർത്തികൾ. നമുക്കൊരു രക്ഷ വേണം എന്നുള്ള ഒരു ഉള്ളിൽ നിന്നുള്ളൊരു പ്രാർത്ഥനയിൽ നിന്നാണ് ശരിക്കും നരസിംഹമൂർത്തിയുടെ മുന്നിൽ നമ്മൾ പോയി നിന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാറ്. നമസ്കാരം. ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത് നരസിംഹസ്വാമിയെ പറ്റിയിട്ടാണ്. നരസിംഹസ്വാമി ക്ഷേത്രങ്ങളെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും മഹാവിഷ്ണുവിൻ്റെ തന്നെ മറ്റൊരു അവതാരമാണ്. അപ്പോൾ നരസിംഹസ്വാമിയുടെ അടുത്ത് പോയി നമ്മൾ എന്താണ് ഒരു പ്രാർത്ഥിക്കേണ്ടത്? അതായത് നമ്മുടെ ഈശ്വരീയ ശക്തിയെ നമ്മൾ പല വിധത്തിൽ ആരാധിക്കാറുണ്ട്. ഇപ്പോൾ ശൈവമായിട്ടും മഹാവിഷ്ണുവായിട്ടും ശാക്തേയമായിട്ടും ഒക്കെ ആരാധിക്കാറുണ്ട്. അതിൽ മഹാവിഷ്ണുവിൻ്റെ പറഞ്ഞതുപോലെ 4ാമത്തെ അവതാരത്തിൽ വരുന്നതാണ് ഈ നരസിംഹാവതാരം. മത്സ്യകൂർമ്മ വരാഹശ നരസിംഹശ വാമന. അതിൽ നരസിംഹസ്വാമി എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള ഒരു ഉദ്ദേശത്തിൽ അവതാരമെടുക്കുന്നവർ ഒരു ഈശ്വരീയ ശക്തിയെയാണ് നമ്മൾ അവതാരങ്ങൾ സ്വാഭാവികമായിട്ട് വിളിക്കുക. അവതാരം എന്നുള്ള വാക്കിന് തന്നെ ഇറങ്ങി വരിക എന്നർത്ഥം. അതായത് സാക്ഷാൽ പരബ്രഹ്മരൂപത്തിലിരിക്കുന്ന അപ്പോൾ അതങ്ങനെ നമുക്ക് പ്രാപിക്കാൻ വിഷമമുണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ചില ഉദ്ദേശത്തിൽ നമുക്ക് മനുഷ്യർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ പൗരാണികമായ കഥാപശ്ചാത്തലം ഇതിനുണ്ടാവാം. എന്നാലും നമുക്ക് ആരാധനാ സൗകര്യത്തിന് വേണ്ടി ആ ഭാവത്തിലേക്ക് ഇറങ്ങി വരുന്ന ശക്തിയാണ് ഓരോ അവതാരങ്ങളും. അതിൽ ഈ പറഞ്ഞ നരസിംഹാവതാരം നമുക്കെല്ലാവർക്കും വളരെ ആരാധനാപൂർവം ധാരാളം ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു അവതാര സങ്കല്പമാണ്. നമുക്കറിയാലോ, പ്രഹ്ലാദൻ്റെ കഥയൊക്കെ നമുക്കറിയാം. ആസ്ഫരികമായിട്ടുള്ള 2 ഹിരണ്യകശിപു അച്ഛൻ, അങ്ങനെ ആ ബാലൻ എല്ലാ സ്ഥലത്തും തൂണിലും തുരുമ്പിലും ഈശ്വരനെ കാണാൻ പ്രാപ്തനായി തീരുന്ന ആരുടെ മുന്നിലും നരസിംഹസ്വാമി അവതരിക്കും. നരസിംഹസ്വാമി അവതരിക്കും എന്ന് വെച്ചാൽ ഭയപ്പെടുത്തിക്കൊണ്ടല്ല, അവർക്ക് ആ ഒരു മാനസിക തലത്തിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ ആ നരസിംഹഭാവത്തെ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ എപ്പോഴും നമുക്കൊരു രക്ഷ കിട്ടും. അരക്ഷിതരാകുമ്പോഴാണ് നമ്മൾ എപ്പോഴും ഇത്തരം വിളികൾ ഉണ്ടാവുക. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നരസിംഹസ്വാമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, കോപാകുലനായിട്ടിരിക്കുന്ന അല്ലേ ഹിരണ്യകശിപുവിനെ കൊന്ന് രക്തം കുടിക്കുന്ന ആ ഒരു ഭാവത്തിലാണ്. അപ്പോൾ നമ്മളെ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു ഈശ്വരീയ ശക്തിയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു ധൈര്യമാണ് ഓരോ ഭക്തനും ഉള്ളിലുള്ളത്. അപ്പം നമ്മുടെ ആ മുന്നിലെത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അറിയാതെ ഉയരുന്നത് എങ്ങനെയാണ്? നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്നെ രക്ഷിക്കണേ എന്നൊരു പ്രാർത്ഥന നമ്മൾ സാധാരണയായിട്ട് സാമാന്യമായിട്ട് എല്ലാവരും ചെയ്യാറുള്ളതാണ്. എല്ലാ വിഗ്രഹത്തിന് മുന്നിൽ പോകുമ്പോഴും എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ എന്നെ രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥന. അപ്പം നമ്മുടെ അരക്ഷിതാവസ്ഥ മാറ്റുന്നതിന് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ദേവതയാണ് നരസിംഹമൂർത്തി. കാരണം നമ്മളെ രക്ഷാകവചം കൊണ്ട് നമ്മളെ എടുക്കും, നമ്മളെ ആലിംഗനം ചെയ്ത് മറ്റുള്ള ഇപ്പോൾ നമ്മുടെ പുതിയ ഭാഷയിൽ പറഞ്ഞ നെഗറ്റീവ് എനർജി എന്ന് പറയും, അത്തരം ശക്തികളിൽ നിന്ന് നമ്മളെ സുരക്ഷിതമാക്കുന്ന ഒരു അവതാരമൂർത്തിയാണ് നരസിംഹമൂർത്തി. അപ്പോൾ അതിൻ്റെ മുന്നിൽ ചെന്നിട്ട് നമുക്ക് പറഞ്ഞതുപോലെ നമുക്കും ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ജീവിക്കുന്നത് സാമാന്യ ജനങ്ങളോടൊപ്പമാണല്ലോ. ആരും ദൈവങ്ങളൊന്നുമല്ല. അപ്പോൾ അവർക്ക് അവരുടേതായ അത്തരം പരിസരങ്ങളിൽ നമുക്ക് വന്നു ചേരാവുന്ന പല ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ പറയാറുണ്ട് ഷഡ്വൈരികളെക്കുറിച്ച് പറയും. കാമക്രോധ ലോഭ മോഹ മതമാത്സര്യാദികൾ നമ്മുടെ കൂടെ ജനിക്കുന്നതാണ്. എല്ലാവരുടെയും കൂടെ ജനിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് നമ്മൾ പല ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാവാം. മനുഷ്യരിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, മറ്റ് ജീവികളിൽ നിന്നാവാം. പ്രപഞ്ചത്തിൽ പല ശക്തികളുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ നമുക്കൊരു അരക്ഷിതാവസ്ഥ വരുമ്പോൾ നമ്മളെ രക്ഷിക്കണം, നമുക്കൊരു രക്ഷ വേണം എന്നുള്ള ഒരു ഉള്ളിൽ നിന്നുള്ളൊരു പ്രാർത്ഥനയിൽ നിന്നാണ് ശരിക്ക് നരസിംഹമൂർത്തിയുടെ മുന്നിൽ നമ്മൾ പോയി നിന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാറ്. ഇപ്പം നമ്മൾ കൃഷ്ണൻ്റെ മുന്നിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ വാമനമൂർത്തിയുടെ മുന്നിലോ ശ്രീരാമൻ്റെ മുന്നിലോ. അങ്ങനെ നമ്മൾ പല അവതാരമൂർത്തികളുടെ മുന്നിൽ പോകുമ്പോഴും നമുക്ക് പല പല ആവശ്യങ്ങൾക്കായിരിക്കും. സന്താനഗോപാലമൂർത്തിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് സന്താന ലബ്ധിയെക്കുറിച്ചായിരിക്കും കൂടുതലും. രാധാകൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ പ്രേമഭക്തിയായിരിക്കും കൂടുതലും മുന്നിട്ട് നിൽക്കുക.
അപ്പോൾ നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് ഇപ്പോൾ ചോദിച്ച പോലെ നരസിംഹമൂർത്തിയുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ അരക്ഷിതാവസ്ഥ മാറ്റണം. ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പൊതുവെ ഇപ്പം നമുക്ക് ആ കഥയിൽ നിന്ന് തന്നെ അറിയാം, ശത്രു സംഹാരമാണല്ലോ ഇതിൻ്റെ. ശത്രുതാഭാവത്തെ ഇല്ലാതാക്കുന്ന ആ ഒരു സങ്കല്പമാണ് അവിടെ നരസിംഹമൂർത്തിക്കുള്ളത്. തൻ്റെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തൂണ് പിളർന്ന്, സ്തംഭം പിളർന്ന് അവതരിച്ച ആളാണ് മഹാവിഷ്ണു നരസിംഹരൂപത്തിൽ, അല്ലേ? അപ്പോൾ ആ നരസിംഹരൂപത്തിൻ്റെ അടുത്ത് നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് നമുക്കൊരു രക്ഷ വേണമെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള രക്ഷയാണ്. ഇപ്പോൾ പലർക്കും പലതാവാം രക്ഷ. പ്രധാനമായിട്ട് ഈ അരക്ഷിതാവസ്ഥ തന്നെ പല തരത്തിലും ഉണ്ടാവാം കേട്ടോ. നമുക്കിപ്പോൾ പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അരക്ഷിതത്വം എന്ന് പറയുന്നത് ഞാൻ പരീക്ഷ ജയിക്കുമോ എന്നുള്ള ഭയം തന്നെ ഒരു അരക്ഷിതാവസ്ഥയാണ്. അപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ശത്രുക്കൾ വന്ന് നമ്മളെ ഉപദ്രവിക്കുന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ ഇപ്പം നമുക്ക് ജോലിയിൽ സുരക്ഷിതത്വം ഇല്ലാതെ വരുമ്പോൾ നമുക്കൊരു അരക്ഷിതാവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാമ്പത്യത്തിൽ നമുക്ക് സുരക്ഷിതത്വം വരുമ്പോൾ നമ്മൾ അവിടെയും അരക്ഷിതാവസ്ഥയാണ്. അപ്പോൾ ഈ എവിടെയൊക്കെയാണോ നമ്മുടെ അരക്ഷിതാവസ്ഥ വരുന്നത് അവിടെ നിന്ന് നമ്മളെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ചെന്ന് പ്രാർത്ഥിക്കാവുന്ന ഒരിടം ആണ് സത്യത്തിൽ നരസിംഹമൂർത്തിയുടെ സങ്കേതങ്ങൾ. കേരളത്തിൽ ധാരാളം നരസിംഹ സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങൾ നമുക്കുണ്ട്. പറഞ്ഞതുപോലെ ധാരാളം ഭക്തന്മാരും അവിടെ എത്തിയിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരെയും സമീപിക്കുകയാണെങ്കിൽ അവർക്ക് ആ പരിസരത്തുള്ളവരോടോ അല്ലെങ്കിൽ അത്തരം സന്ദർശനം കഴിഞ്ഞവരോടോ ചോദിച്ചാൽ അവർക്ക് പല അനുഭവങ്ങൾ പറയാനുണ്ടാവും. അപ്പം അതേപോലെ അപ്പം അതുകൊണ്ട് നരസിംഹ ഉപാസന ചെയ്യുന്നവരുണ്ട്, ഗൗരവമായിട്ട് ഉപാസനകളിലേക്ക് കടക്കുന്നവരുണ്ട്. നൃസിംഹ പഞ്ചക സ്തോത്രം പോലുള്ള സ്തോത്രങ്ങളൊക്കെ ചൊല്ലി ആരാധിക്കുന്നവർ, അതേപോലെ നരസിംഹ ജയന്തി ദിവസത്തിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനകളും വ്രതങ്ങളും അനുഷ്ഠിക്കുന്നവർ, അങ്ങനെ നരസിംഹ ഉപാസന തന്നെ അത് വേറെ താന്ത്രികമായിട്ടുള്ള ഒരു ഇതിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടെ ഗൗരവമായൊരു പന്ഥാവിലേക്ക് മാറും. ഇത് സാധാരണ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്ത് ഞാനിപ്പോൾ പറഞ്ഞത്. ഭയമില്ലാതാക്കാൻ നരസിംഹമൂർത്തിക്ക് സാധിക്കും. അപ്പോൾ അതാണ് അഭയം കൊടുക്കാന്നല്ല നമ്മൾ പറയുക. അഭയ നരസിംഹമൂർത്തിൻ്റെ പലതരത്തിലുണ്ട്. അഭയ നരസിംഹം എന്ന് പറഞ്ഞാൽ നരസിംഹം തന്നെയാണ്. ഭയം ഇല്ലാതാക്കുന്ന ഭാവത്തിനെയാണ് അഭയം കൊടുക്കുക നമ്മൾ പറയുക. അതായത് തന്നെ ശരണം പ്രാപിച്ച ആ ഭക്തന് ഒട്ടും ഭയമില്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഭക്തനെ എത്തിക്കുകയാണ് നരസിംഹമൂർത്തി ചെയ്യുന്നത്. നന്ദി സർ. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.